വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. കെണിയൊരുക്കിയ കൂടിന് തൊട്ടടുത്തെത്തിയെങ്കിലും RRTയുടെ കണ്ണ് വെട്ടിച്ച് കടുവ കടന്നു. തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് വനം വകുപ്പ് തെരച്ചിൽ തുടരുകയാണ്. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, കഴിഞ്ഞ ബുള്ളറ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കൂടിന് തൊട്ടടുത്താണ് ഈ കടുവയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നും മാറിയോ? തീർച്ചയായും ഇപ്പോൾ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്ന അനിശ്ചിതാവസ്ഥ ഇപ്പോഴുമുണ്ട്. എന്തായാലും ഈ ഒരു ഗ്രാമം ഇപ്പോൾ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അർദ്ധരാത്രിയായിരിക്കുന്ന സമയം, പക്ഷേ നാടൊന്നാകെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഈ ഒരു ഗ്രാമം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. പുൽപ്പള്ളിയിലെ ഈ ഒരു പ്രദേശം, അമരക്കുനി, ഊട്ടിക്കവല പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് ഉറക്കമില്ലാതായിട്ട് ദിവസങ്ങളായി. ഏതായാലും ഇപ്പോൾ ഏറ്റവും അവസാനം കടുവ ഇന്ന് പിടിയിലാകുമെന്ന ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. കൂടിനടുത്ത് വരെ കടുവ എത്തിയിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് കടുവ ഇപ്പോൾ മാറിയിരിക്കുന്നു. പിന്നീട് എങ്ങോട്ടാണ് പോയത് എന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം എന്താണ് ലഭിക്കുന്ന വിവരം? അവസാനം ലഭിക്കുന്ന വിവരം അനുസരിച്ച് അഞ്ചാമതൊരു ആടിനെ കൂടി കടുവ പിടിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ആരുടെ ആട്? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അക്കരെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കടുവ കൂട്ടിൽ കയറിയില്ല, കൂട് കെണി വെച്ചിരുന്ന ആടിനെ ഭക്ഷിച്ചില്ല. പക്ഷെ തൊട്ടടുത്തൊരു പ്രദേശത്ത് 2 കിലോമീറ്റർ അകലെ ഒരു ആടിനെ കൂടി ഇന്ന് കടുവ പിടിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഒരാഴ്ചക്കിടെ കടുവ പിടിക്കുന്ന ആടുകളുടെ എണ്ണം 5 ആയിട്ടുണ്ട്. 5 ആടുകളെ കടുവ ഭക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സമയം, അതായത് 12 മണിയോട് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു ആടിനെ കൂടി കടുവ പിടിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും ഭീതി പടരുക തന്നെയാണ്. ഒരാഴ്ചക്കിടെ 5 ആടുകളെ ഭക്ഷിച്ചിരിക്കുന്നു ഈ ഒരു കൊച്ചു പ്രദേശത്ത് എന്നത് വലിയ ഭീതിയായി ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. വനംവകുപ്പ് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുങ്കിയാനകൾ പ്രദേശത്തുണ്ട്. 24 മണിക്കൂറും വനം വകുപ്പിന്റെ നിരീക്ഷണമുണ്ട്. അതോടൊപ്പം തന്നെ മയക്കുവെടി വിദഗ്ധ സംഘവും പ്രദേശത്തുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരാടിനെ കൂടി പിടിച്ചിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വസ്തുതയുണ്ട്. ഏതായാലും കടുവ ഇപ്പോഴും കാണാമറയത്താണ്. കടുവ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ പിടികൂടുന്ന ആടുകളെയെല്ലാം പിന്നീട് ഭക്ഷിക്കാത്ത ഉപേക്ഷിക്കുന്ന ആടുകളെ ആണെങ്കിൽ അവയെ ഉപയോഗിച്ചുകൊണ്ട് കെണി ഒരുക്കുന്നു. പക്ഷേ ഈ കെണിയിൽ കടുവ അകപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കടുവ ഇന്ന് പിടിയിലാകും. ഇന്ന് 2 സാധ്യതകൾ, 2 അല്ല 3 തവണ തൊട്ടടുത്തെത്തി പിടിയിലാകുന്നതിൻ്റെ. അതായത് ഇന്ന് പുലർച്ചെയാണ് 2 മണിയോട് കൂടി കടുവ ഒരു ആടിനെ കൊന്നത്. ആ സന്ദർഭത്തിൽ തന്നെ തൊട്ടടുത്ത് ഒരു കൂട് സ്ഥാപിച്ചു. ഈ കൂടിനടുത്ത് കടുവ എത്തുകയും അതിൽ കൂട് തട്ടുകയും കൂടിന്റെ ഡോർ അടയുകയും ചെയ്തതോടുകൂടി കെണിയിലകപ്പെടാതെ കടുവ രക്ഷപ്പെട്ടു. അതിനുശേഷം പിന്നീട് കടുവ ഉണ്ടായിരുന്നത് അവിടെ തൊട്ടടുത്തൊരു കാപ്പിത്തോട്ടത്തിലാണ്. അവിടെ വനംവകുപ്പിന് കൃത്യമായി അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരല്പം തുറസായ സ്ഥലത്ത് കിട്ടിയാൽ അതിനെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് വഴുതി പോയി. കടുവയെ പിന്നീട് കണ്ടെത്താനായില്ല. വൈകുന്നേരം വരെ തെരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് പിന്നെ കടുവയെ കാണാൻ കഴിയുന്നത്. അതോടുകൂടി കടുവക്കായുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയും വലിയ ജാഗ്രതയോടുകൂടി വനംവകുപ്പ് കാത്തിരിക്കുകയും ചെയ്തു. തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ പിന്നീട് കാണാൻ കഴിഞ്ഞത് കടുവ ഈ കൂട് കെണി വെച്ചിട്ടുള്ള കൂട് ലക്ഷ്യമാക്കി കടുവ നീങ്ങുന്നതായി കണ്ടിരുന്നു. പിന്നീട് ഏറ്റവും അവസാനം ഈ കടുവ കൂടിന് തൊട്ടടുത്തെത്തി. ഇപ്പോൾ കൂട്ടിൽ കയറുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു വനംവകുപ്പും RRT സംഘമെല്ലാം നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കടുവ ആ പ്രദേശത്ത് നിന്നും വീണ്ടും മാറി. പിന്നെ കടുവക്കായുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഏറ്റവും അവസാനം വീണ്ടും ഒരു ആടിനെ കൂടി പിടിച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നത്. 7 ദിവസത്തിനിടെ 5 ആടുകളെ പിടിച്ചൊരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഭീതിതമായ സാഹചര്യമുണ്ട്. ജനങ്ങൾ, ഈ ഒരു ഗ്രാമം ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ്. ഇന്നെങ്കിലും കടുവ കൂട്ടിലാകും, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാനാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോഴും കടുവ കാണാമറയത്താണ് എന്ന് മാത്രമല്ല, കടുവയുടെ ആക്രമണങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.